അബ്ദുള്ള മുഹമ്മദിൽ നിന്ന് ഏറ്റവും വലിയത് അബ്ദുള്ളയാകാനാണ് സാധ്യത എന്നാണ് ഷാഫി മദ്ഹബിൽ ബലപ്പെട്ട അഭിപ്രായം. മുഹമ്മദാണെന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനെയുണ്ട്. എന്നാൽ ഹഖീഖത്ത് മുഹമ്മദിയ, ഹഖീഖത്ത് അഹ്മദിയ അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ബസീർ സഖാഫി പിലാക്കൽ. അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ പറയാൻ കഴിയും. എൻ്റെ പ്രായമില്ല, വിദ്യാർത്ഥി കാലത്ത് ഞാൻ അധ്യാപന രംഗത്ത് വരുമ്പോൾ വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട്ടിൽ പലപ്പോഴും വന്ന് കിതാബുകൾ മുതാല ചെയ്തിരുന്ന നല്ലൊരു മുതഅല്ലിമായി. സുബ്ഹാനല്ലാഹ്, ഇന്നിപ്പോൾ അദ്ദേഹം 70ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു കഴിഞ്ഞു. ഏത് ഗ്രന്ഥത്തിൽ ഒന്ന് നോക്കിയാൽ തന്നെ ആ മനുഷ്യന്റെ വലിപ്പം മനസ്സിലാവും. സമൂഹം എന്തേ അദ്ദേഹത്തെ പരിചയപ്പെടുത്താതെ പോയത് എനിക്കറിയില്ല. എൻ്റെ കടമയെന്ന നിലയ്ക്ക് ഈ സദസ്സിനോട് ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു കിതാബ് നോക്കിയാൽ തന്നെ അയിമ്മത്തിന്റെ ശൈലിയാണ് കാണുന്നത്. അള്ളാഹു കൊടുത്തു, എല്ലാം നമുക്ക് തരില്ല സഹോദരങ്ങളെ. അള്ളാഹു കൊടുത്തവരിൽ നിന്ന് നമ്മൾ വാങ്ങണം. നമ്മളെന്നെ മേത്തിപ്പോൾ മാങ്ങണ്ടായി തിന്നണമെന്ന് വിചാരിച്ച് നടക്കും. അതൊരു മാവുമ്മ പോയിട്ട് എടുത്തുകൊണ്ടുവരാ, തിന്നാൻ കഴിയൂല, അല്ലെങ്കിൽ തിന്നാതെ അവിടെ ഇരിക്കണ്ട. നമ്മളതിനെ പാല് കറന്ന് നമ്മളെ മേത്തുനിന്ന് പാല് ഇറക്കാൻ പറ്റുമോ? പശുവിൽ നിന്ന് കറന്നു കുടിക്കണം. എന്ത് ചെയ്യാൻ? പശുവിനാണ് ആ സംവിധാനം അള്ളാഹു വെച്ചത്. അസൂയ എന്താ എനിക്ക് മനസ്സിലായില്ല. ആ പശുവിന്റെ പാല് കറന്ന് നമ്മൾ കുടിക്കണം. അവിടെയാണ് പാലുള്ളത്. എന്ത് ചെയ്യാൻ? നമുക്ക് ആരോഗ്യം വേണോ, ഭക്ഷണം വേണോ, പോയി എടുത്ത് തിന്നേണ്ടി വരും. അത് ബസീർ വലിയുടെ അടുത്താണെങ്കിൽ അവിടെ പോയി തിന്നേണ്ടി വരും. എത്തപ്പോ കാട്ടണ് എല്ലാം കൂടി ഇപ്പൊ നമുക്ക് അല്ല തരുമോ? തന്നാ നമുക്ക് അത് വാങ്ങാൻ കഴിയും? കുടുങ്ങൂലേ നമ്മള്? എന്താ നമ്മൾ മനസ്സിലാക്കിയത്? എനിക്ക് മനസ്സിലായില്ല. ആ വലിയ മനുഷ്യനെ പലർക്കും പരിചയമില്ല. ഏതാ പ്രായം തമ്പുരാനെ? 46 വയസ്സേ ആയുള്ളൂ. സുബ്ഹാനല്ലാഹ്, 70ലേറെ ഗ്രന്ഥം, കനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഒന്നെടുത്തൊരു മൊയിലേര് നോക്കൂല്ലേ, അപ്പം മനസ്സിലാവും ഈ മനുഷ്യന്റെ വലിപ്പം. അദ്ദേഹം അൽഹംദുലില്ലാഹ് 2 വർഷത്തോളം നിലനിന്നുകൊണ്ട് രചിച്ച 300 ഗ്രന്ഥങ്ങളുടെ, മുത്തുനബിന്റെ മദ്ഹിലുള്ള 300 ഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്തമായ, 300ലേറെ ഗ്രന്ഥങ്ങളുടെ ചുരുക്കമായ മൗലിദുൽ ഹുസ്നയൈൻ, അതിൽ ഹഖീഖത്തുൽ മുഹമ്മദിയ നല്ലപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. ഹഖീഖത്ത് നൂറ് മുഹമ്മദി നല്ലപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. പഠിക്കേണ്ട ചർച്ചയാണ്. എവിടെയും നിങ്ങളെ തിരഞ്ഞാൽ കാണൂല, ഇല്ലാന്നല്ല, ഉണ്ട്. അവിടെവിടെയായുള്ള കാര്യങ്ങളാണ്. ഒരൊറ്റൊന്നും അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 300ഓളം ഗ്രന്ഥങ്ങളുടെ ഖുലാസ, സുബ്ദ അതിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു മൗലിദ് രചിക്കപ്പെട്ടിട്ടില്ല. ഇല്ല ഇല്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട്, പറ ഏതാണത്? ഒരാൾ പറഞ്ഞു അങ്ങനത്തെ ഒരു മൗലിദ് ഉണ്ട്, ആ മൗലിദ് ഓതുന്നുമുണ്ട്. എവിടെ? മിണ്ടണില്ല. മലക്കുകളെ ലോകത്ത് ഓതുന്നുണ്ട് എന്ന് പറയണ്ടേ? എവിടെയുണ്ട്? ആ മൗലിദ് 30 ഹിസ്ബുകളാ. അത് 30 ആക്കിയത് 1 മാസം കൊണ്ട് ഓതി തീർക്കാൻ. എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, നല്ല മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് മൗലിദുൽ ഹുസ്നൈനെ പരിചയപ്പെടുത്തി. അദ്ദേഹം പിന്നീട് കാണുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കോപ്പി കിട്ടിയോ? ഡോക്ടർ എന്നോട് പറയാം, ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന വലിയ ഡോക്ടറാണ്. എന്നോട് പറയാ, ഉസ്താദേ സഫർ മുഴുവൻ്റെ ഹിസ്ബും ഞാൻ ചൊല്ലി തീർത്തു, ദുആ കഴിഞ്ഞു. സഫറിലെ മുഴുവൻ ഓരോ ഹിസ്ബും ചൊല്ലി തീർത്തു. ഹോസ്പിറ്റലിൽ എന്തൊരു തിരക്കുള്ള മനുഷ്യനാ. ദുആ അത് 30 കഴിഞ്ഞാൽ ഒരു ദുആ ഉണ്ട്. റസൂലുള്ളാഹിന്റെ വ്യത്യസ്തം. എന്താ ഞാൻ ആ കിതാബിനെ എങ്ങനെ വിശദീകരിക്കും? പണ്ഡിതന്മാർ അതൊരു സാഹിത്യം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വേണോ, ആ കിതാബ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കവിത പഠിപ്പിക്കണോ, ആ കിതാബ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ലുഗത്ത്, ഭാഷയിൽ മഖാമാത്ത് ഹരീരിയും ഹമാസയും മഖാമാത്ത് ബദീഉസ്സമാനും പോലുള്ള ഗ്രന്ഥങ്ങൾ, കലീലാദിംന, അതുപോലെ അൽഫുലൈല പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഭാഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നവർക്ക് അത് അങ്ങനെയും പഠിപ്പിക്കാം. ഒരു പദത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ പറ്റിയത് ആ കിതാബിലില്ല. സ്വർണ്ണ മുത്തുകൾ. സുബ്ഹാനല്ലാഹ്, മൗലിദുൽ ഹുസ്നൈൻ. എനിക്കതിൻ്റെ ഒരു ലാഭവുമില്ല മക്കളെ. മുത്ത് റസൂലുള്ളാഹിനോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞു പോയത്. അതിൻ്റെ രചന നിർവഹിച്ചപ്പോഴേക്കും 5 പ്രാവശ്യം എൻ്റെ കൂട്ടുകാരൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. റസൂലുള്ള കവിളിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും അങ്ങനൊന്നും കിട്ടിയില്ല. അതിൻ്റെ അംഗീകാരമാണ്. ഇത് തുറന്നു പറയാൻ തയ്യാറ്
ഞാൻ തയ്യാറായത് എൻ്റെ ഒരു ദൗർബല്യതായി മനസ്സിലാക്കുക. എനിക്കെങ്ങനെ കഴിയും? നിങ്ങൾ ആ മൗലിദിൻ്റെ ഒരു കോപ്പി വാങ്ങണം. നാടന്മാർ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ഹിസ്ബ് ഓതണം ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു പേജ് ഓതണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്തിൻ്റെ ഒരു ഇനമാണ് റസൂലുള്ളാഹിന്റെ മൗലിദ് എന്ന് അബുൽ ആലിയ തങ്ങളുടെ ബുഖാരിയിലെ വിശദീകരണത്തിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല മുത്തുനബിയുടെ മദ്ഹ് പറയുന്നു എന്നാണ്. യുസല്ലൂന എന്നതിന് അബുൽ ആലിയ തങ്ങൾ തഫ്സീർ കൊടുത്ത് സ്വഹീഹ് ബുഖാരിയിൽ. മദ്ഹ് സ്വലാത്തിൻ്റെ ഒരു ഇനമാണ്. വല്ലാത്തൊരു മൗലിദാണ്. വളരെ ചുരുങ്ങിയ കോപ്പികളെ അദ്ദേഹം അടിച്ചിട്ടുള്ളൂ. അദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള ആളൊന്നും അല്ല, മർക്കസിലൊരു മുദരിസും കൂടെയാണ്. ഇവിടെ മൗലിദ് ഉണ്ടാവും ഒരു പക്ഷേ. അഷ്റഫ് ഹാജി പണ്ടേ മൂപ്പര മൗലിദ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? പോയി തോന്നുന്നു. ഇവിടുത്തെ ബുക്ക് സ്റ്റാളിൽ കിട്ടുന്നത് ഒരു കോപ്പി നിർബന്ധമായും വാങ്ങാം. നിങ്ങളത് വായിക്കണില്ല എന്നൊക്കെ, അത് വാങ്ങിയിട്ട് നെഞ്ചിലൊട്ടിപ്പിടിപ്പിക്കും. അതൊന്ന് കണ്ടുമ്മ വെക്ക്, അത് വീട്ടിൽ കൊണ്ടേ വെക്ക്. മുത്തു റസൂലുള്ളാഹിന്റെ ഇത്ര വിശേഷമുള്ള ഒരു മൗലിദ് എഴുതപ്പെട്ടിട്ടില്ല. നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ അരികിൽ ഗഡങ്ങറാകുന്ന പൊട്ടിപ്പോകുന്ന ക്വസ്റ്റ്യനുകൾക്ക് വളരെ നല്ല മറുപടികൾ അദ്ദേഹം അതിൽ മൗലിദിന്റെ ഇടയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നൂറുകണക്കിന് ക്വസ്റ്റ്യനുകൾ. നോക്കിയവർക്ക് അങ്ങനല്ല പറയാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കണം, പുറത്ത് നിങ്ങൾ ചോദിക്കരുത്. അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. വിശാലമായ അറിവുകളില്ലാതെ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും. അത് അങ്ങനെ തന്നെ പറയണം അതിനെപ്പറ്റി. അതിന് അവർ ബഹുമാനപ്പെട്ടവർ മത്രദുൽ ഹുസ്നൈൻ ബിശർഹി മൗലിദിൽ ഹുസ്നൈൻ എന്ന ബൃഹത്തായ ഒരു വിശദീകരണവും എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ആ വിശദീകരണം. അത് വെളിച്ചം കണ്ടിട്ടില്ല. ഇതന്നെ വെളിച്ചം കാണാൻ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മത്രദുൽ, അത് മൊയ്ലിയമാർക്ക് ആ കിതാബും കൂടി കിട്ടിയാണ്ടല്ലോ ചാക്കരക്കൊന്നും പഞ്ചാർക്കനുമ്പ് മുളച്ചമായിരിക്കും. ഇത് ഈ ഷർഹ്, ഈ വിശദീകരണം മത്രദുൽ ഹുസ്നൈൻ, എൻ്റെ ഭൗതിക പാരത്രിക ദുഃഖങ്ങൾ ഞാൻ തട്ടട്ടെ എന്നാണ് അതിൻ്റെ പേര്. അത് ഇതിൻ്റെ വിശദീകരണമാണ്. ചെറിയൊരു വിശദീകരണം അതിനുണ്ട്. അതിൻ്റെ പേര് മൗലിദുൽ മുസ്നൈൻ ബിശർഹി മൗലിദിൽ ഹുസ്നൈൻ എന്നാണ്. ഈ മൗലിദുൽ ഹുസ്നൈനിക്ക് ഒരു സംക്ഷിപ്തമായി ഒരു ചെറിയ മൗലിദ് പറയുന്നു. അതിന്റെ പേര് അംലദുൽ ഹുസ്നൈൻ ബിഖ്തിസാരി മൗലിദിൽ ഹുസ്നൈൻ. ഇങ്ങനെ 4 രചനകൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ കൂട്ടുകാരനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അങ്ങനത്തെവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഈ ഉമ്മത്തിന് വളരാൻ വേണ്ടി. അല്ലാത്ത ഇൽമിന്റെ മൗലിദ്. അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പം ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് എന്താണ്, നബി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ നമുക്ക് പൂർണ്ണമാകുന്നത്. നബി തങ്ങളെ ഉൾക്കൊള്ളാതെ എങ്ങനെ മനസ്സിലാവും? അപ്പൊ ഏറ്റവും വലിയ മഹത്തായ പേര് മുഹമ്മദാണ്, അബ്ദുള്ളയാണ്.